സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് 26-ാമത്തെ ദിവസമാണ്, യുദ്ധത്തിന്റെ 26-ാമത്തെ ദിവസം. ഇതിന്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിന് മുന്നോടിയായി ഈ വീഡിയോ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഞാൻ ആ വെച്ച വീഡിയോ നിങ്ങളും കണ്ടതാണ്. അതൊന്ന് കാണുക, അതിനുശേഷം നമുക്ക് വീഡിയോ തുടങ്ങാം. ഇനി ഇത് അതേ ദിവസം അവരുടെ ബോംബാക്രമണത്തിൽ ബിൽഡിംഗ് തകരുകയും അതിന്റെ ഉള്ളിൽ ഒരു കുട്ടി കുടുങ്ങുകയും ആ കുട്ടീനെ എടുക്കുന്ന രംഗം കൂടിയാണ് തെഹ്റാനത്തത്. ഇത് അതും കൂടി കാണും. ഈ വീഡിയോ കാണും. സഹോദരങ്ങൾ, ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണിത്. എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന്റെ അവസ്ഥ, മനുഷ്യരുടെ മനസ്സിന്റെ അവസ്ഥ. ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയാണ് അനാഥാക്കിയിട്ടുള്ളത്. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ക്രൂരനായ മനുഷ്യൻ ചെയ്തു വെച്ച ദ്രോഹങ്ങൾ ഇന്ന് ലോകം അനുഭവിക്കുകയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാതാവില്ല, പിതാവില്ല, പിതാവുണ്ടെങ്കിൽ മാതാവില്ല, മാതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കുന്ന ഇസ്രായേലിന് അടി കിട്ടണോ കിട്ടണ്ടേ? ഒരു ശക്തി വേണ്ടേ അവനെ തിരിച്ചടിക്കാൻ? ഈ വീഡിയോ കാണും. ഇനി ഇവർ ഇസ്രായേല് നരനായാട്ട് നടത്തിയതിനുള്ള തിരിച്ചടി ഇത് മതിയോ അത് ഇനിയും കൊടുക്കണോ? എന്താ നിങ്ങളുടെ മനസ്സ് പറയുന്നത്? കമന്റ് ചെയ്യുക. കാരണം ഒരു ദ്രോഹിനെ പിടിച്ചു നിർത്തൽ അത്യാവശ്യമാണോ അല്ലേ? ഇവന്റെ അണ്ണാക്കിലിട്ടിട്ടാണ് ഇറാൻ അടിക്കുന്നത്. എല്ലാ പകയും തീർത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് ചെയ്തതും അറുകൊല നടത്തുന്നതും എല്ലാം അടക്കം തീർത്തു കൊടുക്കുന്നു. ചെറിയ വീഡിയോയിലൂടെ കാണാം. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇറാന്റെ മിസൈലാണ് വരുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. നമ്മളിത് അറിയുകയും ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്